ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 2.5 മാസത്തോളം നീണ്ട അംഗത്തിന് പര്യവസാനം. ദേശീയ നേതാക്കളടക്കം കച്ചകെട്ടിയിറങ്ങിയ അംഗത്തട്ടുകൾ ശൂന്യമായി. അണികളും അംഗച്ചേകവന്മാരും ഇനി നാടുഭരിക്കുന്നതിന്റെ അന്തഃപുര ചർച്ചകളിലാണ്. കാത്തിരുന്ന് കാണാം അടുത്ത നാടുവാഴികൾ ആരെന്ന്. പ്രധാന വാർത്തകളിലേക്ക്. ജില്ലാ ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കലാശക്കൊട്ട്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്. കോഴിക്കോട്ട് വൻ കവർച്ചാ സംഘം പിടിയിൽ. വലയിലായത് നാടകീയ കവർച്ചകളുടെ മുഖ്യ കണ്ണികൾ. ആദിവാസി മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജുവൈൽ ഒറാം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യക്ഷമവും സുതാര്യവുമായ നടത്തിപ്പിനായുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളെല്ലാം ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. കളക്ടർ എൻ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടമാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 65 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ, 15 വനിതാ സ്റ്റേഷനുകൾ എന്നിവയുൾപ്പെടെ 1886 ബൂത്തുകളാണ് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ബൂത്തുകളിലെ സൗകര്യങ്ങൾ വിലയിരുത്തുന്നത്. ജില്ലയിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റേഷനറി സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് താലൂക്ക് ഓഫീസിലെ മെറ്റീരിയൽ മാനേജ്മെന്റ് സെൽ. മെയിൻ ചാർജ് ഓഫീസർ ബാലാമണിയുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷനറി കിറ്റുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. വോട്ടിംഗിനാവശ്യമായ മഷി, പേന, വിവിധ ഫോമുകൾ, മറ്റ് സാമഗ്രികൾ എന്നിവയാണ് കിറ്റുകളിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യക്ഷമവും സുതാര്യവുമായ നടത്തിപ്പിനായുള്ള കിറ്റുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി JS ബാലാമണി പറഞ്ഞു. മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ അങ്ങനെ എല്ലാം അടങ്ങിയ 24 ഐറ്റംസ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങളിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിലെല്ലാ സാധനങ്ങളുണ്ട്. മറ്റ് അതിനോടനുബന്ധിച്ച മറ്റ് ഫോമുകളും ഉണ്ട്. അതെല്ലാം തന്നെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ഞങ്ങൾ ഈ 11 ആൾക്കാരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ 13 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ വൈകിട്ടോടെയാണ് സ്റ്റേഷനറി കിറ്റുകൾ എത്തിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ മുഖേന സാമഗ്രികൾ ഞായറാഴ്ച രാവിലെ എത്തും. പൂർണ്ണമായ സജ്ജീകരണങ്ങളോടെ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം. കൊയിലാണ്ടി താലൂക്കിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി താലൂക്ക് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. 3 നിയമസഭാ മണ്ഡലങ്ങളിലായി 454 ബൂത്തുകളാണുള്ളത്. വനമേഖല കേന്ദ്രീകരിച്ചുള്ള പ്രശ്നബാധിത ബൂത്തുകളിൽ ആയുധധാരികളായ കേന്ദ്രസേനയെ വിന്യസിച്ചു. ബാലുശ്ശേരി മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ അത്തോളി പഞ്ചായത്ത് ഹാളിൽ നിന്നും, പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേത് പയ്യോളി ഹൈസ്കൂളിൽ നിന്നും, കൊയിലാണ്ടി മണ്ഡലത്തിലേത് കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്തത്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കിറ്റിൽ 42 ഇനങ്ങളാണുള്ളത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ T സോമനാഥ്, മോഹനകുമാർ, ദിനേശ് കുമാർ, P രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപകരണങ്ങളുടെ പരിശോധനയും വിതരണവും നടന്നത്. കോഴിക്കോട്ട് വൻ കവർച്ചാ സംഘം പിടിയിൽ. ചേവായൂർ സ്റ്റേഷൻ പരിധിയിലെ കണ്ണാടിക്കൽ വെച്ച് ചേവായൂർ SI UK ഷാജഹാൻ, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള നോർത്ത് ഷാഡോ പോലീസ് ടീമും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇലക്ഷൻ സമയമായതിനാൽ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് ധരിച്ച് മോഷണം നടത്താൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ജാഗ്രത പാലിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സിറ്റി നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് കെയുടെ നേതൃത്വത്തിൽ ചേവായൂർ CI AV ജോൺ, നടക്കാവ് CI മൂസ വള്ളിക്കാടൻ, കോസ്റ്റൽ CI അഷ്റഫ്, നടക്കാവ് SI ഗോപകുമാർ, ചേവായൂർ SI ഷാജഹാൻ എന്നിവർ നോർത്ത് ഷാഡോ പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് അത്തോളി സ്വദേശികളായ പുനത്തിൽ ചാലിൽ ജാബർ,
സേഫുന്നിസ മൻസിൽ, മുഹമ്മദ് റാഫിഖ്, ജെറീഷ്, പെരിങ്ങളം സ്വദേശി അറപ്പോയിൽ മുജീബ്, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര സ്വദേശി ജോസ് തോമസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സിലിണ്ടർ, ഇലക്ട്രിക് കട്ടർ, പൂട്ടുപൊളിക്കുവാനുള്ള ആധുനിക രീതിയിലുള്ള ബോൾട്ട് കട്ടർ, ഗ്യാസ് സിലിണ്ടർ, കട്ടിംഗ് ടോർച്ച് എന്നിവയുമായി വാടകയ്ക്കെടുത്ത കാറിൽ കവർച്ചയ്ക്കായി പോകുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. കോഴിക്കോട് കരിക്കാംകുളം, എരഞ്ഞിപ്പാലം, കുന്നമംഗലം, പേരാമ്പ്ര എന്നിവിടങ്ങളിലെ ബീവറേജുകളിൽ നിന്നും അതിവിദഗ്ധമായാണ് ഇവർ മോഷണം നടത്തിയിട്ടുള്ളത്. കൂടാതെ ജില്ലയിലെ 20ഓളം മലഞ്ചരക്ക് കടകളിൽ 15 ലക്ഷത്തോളം രൂപയുടെ കവർച്ചയും ഇവർ നടത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വേഷത്തിലും മറ്റ് പല വേഷങ്ങളിലും മോഷണം നടത്തിയതായും പോലീസ് പറയുന്നു. നോർത്ത് ഷാഡോ പോലീസ് ടീം അംഗങ്ങളായ ഇ മനോജ്, മുഹമ്മദ് ഷാഫി, സജി എം, അബ്ദുറഹ്മാൻ, രൺധീർ മുഹമ്മദ്, അഖിലേഷ്, സുരേഷ് എം, സുനിൽകുമാർ, പ്രമോദ്, ആഷിഖ്, സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാർ ആദിവാസി മേഖലകളിൽ ചെലവഴിക്കാൻ നൽകുന്ന വിഹിതം വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്തതാണ് നവജാത ശിശുമരണ നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്ന് കേന്ദ്ര പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ജുവൽ ഒറാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട നവജാത ശിശുവിന്റെ അമ്മയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് അട്ടപ്പാടി ആദിവാസി മേഖലകളിലെ തുടർച്ചയായ നവജാത ശിശു മരണം സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി ജുവൽ ഓറം കോഴിക്കോട്ടെത്തിയത്. കഴിഞ്ഞ ദിവസം മാനന്തവാടി വാളാട് എളത്തിൽ കോളനിയിലെ ബാലകൃഷ്ണന്റെയും സുമതിയുടെയും നവജാത ശിശുക്കൾ മരിച്ചിരുന്നു. ഇവരെ മന്ത്രി മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിച്ചു. ഡോക്ടർമാരുമായും ആരോഗ്യവകുപ്പ് അധികൃതരുമായും ചർച്ച നടത്തി. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം പോഷകാഹാരക്കുറവും തൂക്കക്കുറവുമാണ് കുട്ടികൾ മരിക്കാനിടയാക്കിയതെന്ന് മന്ത്രിയെ ധരിപ്പിച്ചു. അമ്മയ്ക്കും വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചില്ലെന്നും വ്യക്തമാക്കി. ആദിവാസി ക്ഷേമ പദ്ധതികൾ വേണ്ട രീതിയിൽ കേരളം നടപ്പാക്കാത്തതാണ് ഇത്തരത്തിൽ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് അട്ടപ്പാടി മേഖലകളിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്തതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Doctor in charge and the nurses they have reported, and the husband also told that this is not available in that their area, so it is a totally failure of the government. Government of India is providing all the pre-delivery care, prenatal care, and also my ministry of tribal affairs is also giving sufficient fund for that Attapadi and Wayanad district, but they are not utilizing. വയനാട്ടിലെ മാനന്തവാടി വാളാട് എടത്തിൽ കോളനിയിലും മറ്റു കോളനികളിലും മന്ത്രി സന്ദർശനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്ററും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കലാശക്കൊട്ട്. പടക്കളത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പൊരുതുമ്പോൾ രാഷ്ട്രീയ കേരളം ആവേശകരമായ മത്സരത്തിന് കാത്തിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണത്തിന് കൊട്ടിക്കലാശം. കനത്ത പോലീസ് കാവലിൽ ബീച്ചിലായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ പൊടിപൂരം. ബൈക്കുകളിലും തുറന്ന വാഹനങ്ങളിലുമായി പാർട്ടി പ്രവർത്തകർ അവസാന പ്രചരണത്തിന്റെ കൊഴുപ്പേകി. മുന്നണികൾക്കൊപ്പം സ്വതന്ത്രരും ആവേശം കുറയ്ക്കാതെ രംഗത്തുണ്ടായിരുന്നു. ഞായറാഴ്ചയിലെ നിശബ്ദ പ്രചരണത്തിന് ശേഷം തിങ്കൾ രാവിലെ 7 മുതൽ പോളിംഗ് ബൂത്തിലേക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ. വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല.
തികയും മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. എല്ലാരും അറിഞ്ഞില്ലേ, മെയ് 16 തിങ്കളാഴ്ച നമ്മളെ ജനാധിപത്യത്തിന്റെ ഉത്സവ, നമ്മളെ തെരഞ്ഞെടുപ്പ്. നമ്മൾ വോട്ട് ചെയ്യാൻ പോണുണ്ട്. നിങ്ങൾ എല്ലാരും വോട്ട് ചെയ്യാൻ പോണേ. വോട്ട് നമ്മളെ അവകാശല്ലേ, അന്നപ്പോ എല്ലാരും അത് ഉപയോഗിക്കുക, വോട്ട് ചെയ്യണം. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. വാർത്തകൾ തുടരുന്നു. നിഷേധിക്കപ്പെട്ട നീതിക്കെതിരെ വേറിട്ട പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടെ സ്ത്രീ കൂട്ടായ്മ. കഴുകിത്തീരാത്ത ചോര എന്ന പേരിൽ കിഡ്സൺ കോർണറിലാണ് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി സ്ത്രീകൾ എത്തിയത്. നിഷേധിക്കപ്പെട്ട നീതിക്കെതിരെ വേറിട്ട പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടെ സ്ത്രീ കൂട്ടായ്മ. കഴുകിത്തീരാത്ത ചോര എന്ന പേരിൽ കിഡ്സൺ കോർണറിലാണ് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി സ്ത്രീകൾ എത്തിയത്. ജിഷയുടെ മരണം ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാറി മാറി വരുന്ന സർക്കാർ നടപടികൾ ഒന്നും തന്നെ നടപ്പാക്കിയില്ലെന്ന് സാമൂഹ്യ പ്രവർത്തക ഗാർഗി കുറ്റപ്പെടുത്തി. വിവിധ സർക്കാരുകൾ നീതി ലഭ്യമാക്കാത്തതിനാൽ ഇത്തവണ നോട്ടയ്ക്ക് വോട്ട് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അപ്പം ഈ പുരുഷാധിപത്യ വ്യവസ്ഥയോട് കലഹിക്കണമെങ്കിൽ അവർക്കൊരു ഭീഷണിയായി ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. അതിന് ഈ ഇലക്ഷനിൽ നമുക്ക് ചെയ്യാവുന്നത് നോട്ടാന്ന് പറഞ്ഞ വോട്ടാണ്. ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. സ്ത്രീകൾ പരസ്പരം സ്ത്രീകളോട് സ്നേഹമുള്ള ആൾക്കാരും ഒക്കെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത് ഇത്തവണ. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ സംഘടിത ശക്തിയായി വളരണമെന്നും സ്ത്രീ കൂട്ടായ്മ പറഞ്ഞു. നീതി നിഷേധിച്ചാൽ ഭരണകൂടത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങാനാണ് കൂട്ടായ്മയുടെ ശ്രമം. പ്രതിഷേധത്തിൽ ആക്ടിവിസ്റ്റ് വിജി, സുധ, വീണ, ദേവിക, സാവിത്രി തുടങ്ങിയവർ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലിലൂടെ സാമ്പത്തിക പരിരക്ഷ ഉറപ്പുവരുത്തി ആർട്ടിസ്റ്റ് ഷാജു വർണ്ണശാലയുടെ വനിതാ മിഷന്റെ സ്വയം തൊഴിൽ പരിശീലനം കോഴിക്കോട്ട്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനത്തിൽ 30ഓളം വനിതകളാണ് പങ്കെടുത്തത്. സ്ത്രീ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തനങ്ങളും രാഷ്ട്രീയവുമാണ് ഇന്ന് നിലവിലുള്ളത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി കൂട്ടായ്മകളും അഭിനന്ദനാർഹമായി സജീവമായുണ്ട്. ആർട്ടിസ്റ്റ് ഷാജു വർണ്ണശാലയുടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള വനിതാ മിഷൻ എന്ന കൂട്ടായ്മ അത്തരത്തിൽ അഭിനന്ദനാർഹമായ ഒരു കൂട്ടായ്മയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്കും വീട്ടമ്മമാർക്കുമായാണ് ഷാജു വനിതാ മിഷൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നേടി പ്രാപ്തരാക്കും വിധമാണ് ഷാജു പരിശീലനങ്ങൾ നടത്തുന്നത്. കരകൗശല വസ്തു നിർമ്മാണം, ഗ്ലാസ് പെയിന്റിംഗ്, ഫോട്ടോ ഫ്രെയിമിംഗ്, ലാമിനേഷൻ, പേപ്പർ ബാഗ് നിർമ്മാണവും അതിലെ പ്രിന്റിംഗ് തുടങ്ങിയവയാണ് പരിശീലിപ്പിക്കുന്നത്. സ്വന്തം വീടുകളിൽ നിന്നും സമയലാഭത്തോടെയും ക്ഷമയോടെയും ചെയ്തു തീർക്കാൻ കഴിയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായ ജോലി കൂടിയാണ് ഇത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനത്തിൽ 30 വനിതകളാണ് പങ്കെടുത്തത്. ഷാജുവിന്റെ വനിതാ മിഷന്റെ പ്രവർത്തനം കോഴിക്കോട് മാത്രമല്ല, തൃശൂർ, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലും എല്ലാ 2ാം ശനിയാഴ്ചകളിലും പരിശീലനം നടത്തിവരാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരഞ്ഞെടുപ്പ് ചൂടിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ വോട്ട് പെട്ടി നിറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ. സെൽഫി കുട്ടന്മാരെന്നും ഫ്രീക്കന്മാരെന്നും മാറ്റി നിർത്തപ്പെടുന്ന കന്നി വോട്ടർമാർക്കുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയ ധാരണ. സ്ത്രീ സുരക്ഷയ്ക്കും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണാൻ കഴിയാത്ത രാഷ്ട്രീയ മുന്നണികൾക്ക് നൽകാൻ വോട്ടില്ലെന്നാണ് ഇവരുടെ പക്ഷം. തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇത്തവണ വിധിയെഴുത്തിന് കന്നി വോട്ടർമാരുടെ നിര കുറച്ചൊന്നുമല്ല. കാലത്തിന്റെ ട്രെൻഡുകൾക്കനുസരിച്ച് ഫ്രീക്കായി നടക്കുന്നവരും ചെറുപ്പക്കാരായി ഇവരെ കാണരുത്. ഇവർക്കും വ്യക്തമായ നിരീക്ഷണ ബോധമുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഇന്നത്തെ ന്യൂ ജനറേഷൻ യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ വോട്ടിംഗ് എന്നത് കേവലം ഒരു വോട്ടിംഗ് അന്ന് പോയി ഫിംഗറിലൊരു മഷിയുമാക്കി കേവലം ഒരു സെൽഫി എടുത്ത് FBയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ മൂല്യത്തെ ന്യൂ ജനറേഷൻ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഈ പ്രാവശ്യം ഇലക്ഷനിൽ കുറേയധികം വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെ വിശ്വാസയോഗ്യമാണോ എന്ന് പോലെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മളെ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങളൊന്നും ഇവർക്കിടയിൽ വലുതായി ഏശിയിട്ടില്ല. വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളിൽ ഒതുക്കാതെ പ്രാവർത്തികമാക്കുന്ന ഭരണം വരണമെന്ന് ചിലർ പറയുമ്പോൾ മറ്റു കന്നി വോട്ടർമാരിലൂടെ കേരളത്തിൽ പൊതുവെ വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളാണെന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. എനിക്കതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞങ്ങളെ പോലുള്ള തലമുറയ്ക്ക് തികച്ചും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഞങ്ങൾക്കെല്ലാം വോട്ട് ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങളും മറ്റു ജനങ്ങളെ പോലെ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു സുസ്ഥിരമായ വികസനം വന്നം, നല്ല രീതിയിലുള്ള ഭരണം വന്നം. അത് ജനങ്ങൾക്കും യുവാക്കൾക്കും പ്രായമായവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്ന എന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. യുവതലമുറ അരാഷ്ട്രീയവാദികളാണെന്ന് ചിലരെങ്കിലും പറയുമ്പോൾ രാഷ്ട്രീയത്തെയും സാമൂഹിക വിഷയങ്ങളെയും വിശകലനം ചെയ്യുന്ന ന്യൂജൻ വോട്ടർമാരിലേക്ക് LDF ആണെങ്കിലും BJP ആണെങ്കിലും ആര് വരാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവിടെ പോക്കറ്റ് ഫില്ല് ചെയ്യുക. അവർ പൈസ എന്നുള്ളൊരു അല്ലാണ്ട് രാഷ്ട്ര സേവനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനൊന്നും ഇപ്പം ഇത്രയും കണ്ടുവന്നില്ല തോന്നുന്നില്ല. നമ്മളെ പാരൻസൊക്കെ പറഞ്ഞു കേട്ട അന്നത്തെ രാഷ്ട്രീയം അങ്ങനെയൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു ഒബ്സർവ് ചെയ്യുമ്പം. മതം ജനസേവനം എന്ന് പറഞ്ഞ് ആരും ഇറങ്ങുന്നില്ല. എല്ലാത്തിലും ഇതുപോലെ മതം എല്ലാം കലർന്നിട്ടുണ്ട്. സ്ത്രീ എന്ന് സുരക്ഷിതമാവുന്നുവോ അന്ന് നാട് നന്നാവും എന്ന നിലപാടിലാണ് മറ്റു ചിലർ. ജിഷയും നിർഭയയും ഇനി ആവർത്തിക്കരുത്, ആരു ഭരണമേറ്റാലും. ഇന്നലെ ജിഷ, ഇനി വേറെ ആര്? നമ്മൾ ഇതുപോലെ വോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടിങ്ങാണ്ട് ഞങ്ങളെ പെങ്ങന്മാരെയും ഉമ്മമാരെയും നമ്മൾ ബലി കൊടുക്കുന്ന പോലെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ എന്തായാലും എൻ്റെ വോട്ടുകൾ സമർപ്പിക്കുന്നതല്ല. വർഷം പൂർത്തിയാക്കിയ JCI കാലിക്കറ്റ് ഭൂമിക്കൊരു കൈത്താങ്ങായി 101 മാവിൻ തൈകൾ നട്ടു. ഗോവിന്ദപുരം എരവത്തുകുന്നിലെ മാങ്ങ ഉദ്യാനത്തിലാണ് JCI പ്രവർത്തകർ തൈകൾ നട്ടുപിടിപ്പിച്ചത്. മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളാണ് കുടിവെള്ളക്ഷാമം പോലുള്ള ദുരന്തങ്ങൾ. മനുഷ്യൻ പ്രകൃതിക്ക് കൈത്താങ്ങാകേണ്ട കാലം അതിക്രമിച്ചും കഴിഞ്ഞു. പ്രകൃതിയുടെ ജീവൻ നിലനിർത്താൻ നിലനിൽപ്പിനാധാരമായവ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് മരങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് 101 വർഷം പൂർത്തിയാക്കിയ JCI കാലിക്കറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭൂമിക്കൊരു കൈത്താങ്ങായി 101 മാവിൻ തൈകൾ നട്ടു. ഗോവിന്ദപുരം എരവത്തുകുന്നിലെ മാങ്ങ ഉദ്യാനത്തിലാണ് JCI പ്രവർത്തകർ വൃക്ഷത്തൈകൾ നട്ടത്. JCI നാഷണൽ പ്രസിഡന്റ് രാജശ്രീ ബാദിയാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. JCI പ്രവർത്തകർ ഇതോടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ്. JCI സോൺ പ്രസിഡന്റ് അഫ്സൽ ബാബു, JCI കാലിക്കറ്റ് പ്രസിഡന്റ് ഐന ടംടൺ എന്നിവരാണ് ഇതിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നമ്മൾ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മെയ് 16 തിങ്കളാഴ്ച എല്ലാവരും പോളിംഗ് ബൂത്ത് പോയിട്ട് ഉപേക്ഷ വരുത്താണ്ട് വോട്ട് ചെയ്യണം. വോട്ട് അത് നമ്മളെ അവകാശമാണ്. നമ്മളും വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും വരണം. പായാക്കരുതേ. എന്റെ വോട്ട് എന്റെ ശബ്ദം. സ്വീപ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ബോധവൽക്കരണ പരിപാടി. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. സെക്ഷൽ മൈനോറിറ്റീസ് ഫോറം കേരളയുടെ നേതൃത്വത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീറിന് സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രികയിൽ ഭിന്നലിംഗക്കാർക്ക് പ്രത്യേകമായുള്ള റെഗുലേറ്റർ ബോഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വീകരണ ചടങ്ങിൽ മുനീർ പറഞ്ഞു. സെക്ഷൽ മൈനോറിറ്റീസ് ഫോറം കേരളയുടെ നേതൃത്വത്തിലാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീറിന് സ്വീകരണം നൽകിയത്.
നഗരത്തിലെ ഭിന്നലിംഗവർഗ്ഗക്കാർ മാത്രം പങ്കെടുത്ത ചടങ്ങ് കഴിഞ്ഞ ദിവസം അളകാപൂരിൽ വെച്ചാണ് നടന്നത്. കഴിഞ്ഞ UDF സർക്കാർ പാസാക്കിയ ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിൽ വരുത്താൻ മുൻകൈ എടുത്തത് ഭിന്നലിംഗവർഗ്ഗക്കാർ തന്നെയാണെന്നും തിരഞ്ഞെടുപ്പിനുള്ള UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള റെഗുലേറ്റർ ബോഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്വീകരണ ചടങ്ങിൽ മുനീർ പറഞ്ഞു. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രകടന പത്രികയിലും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇവർക്ക് വേണ്ടിയുള്ള ഒരു റെഗുലേറ്ററി ബോഡി രൂപീകരിക്കുന്നതിന് വേണ്ടി അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം അംഗങ്ങളായിക്കൊണ്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭിന്നലിംഗവർഗ്ഗക്കാരുടെ കൂട്ടായ്മയായ മാമാങ്കം മെയ് 30-ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് MK മുനീർ സമ്മതിച്ചതായും ചടങ്ങിൽ പറഞ്ഞു. സെക്ഷൽ മൈനോറിറ്റീസ് ഫോറം കേരള പ്രസിഡന്റ് നാസർ CK അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഭിന്നലിംഗക്കാർക്കിടയിൽ നിലനിൽക്കുന്ന സാമൂഹിക സുരക്ഷ എന്താണെന്നതിനെക്കുറിച്ച് കോർപ്പറേറ്റ് കേരള ഫൗണ്ടർ മെമ്പർ ഫൈസൽ, ശീതൽ ശ്യാം, വിജയരാജ മല്ലിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ഇത്തവണ താമര വിരിയില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. LDF തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജില്ലയിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനങ്ങളിൽ CPMന്റെ അമരക്കാരൻ സീതാറാം യെച്ചൂരി കോഴിക്കോട് നഗരത്തിലെ വിവിധയിടങ്ങളിൽ സംബന്ധിച്ചു. വടകര പുറമേരിയിലായിരുന്നു ആദ്യ യോഗം. കൊയിലാണ്ടിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ KK മുഹമ്മദ്, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ എന്നിവർ ഹാരമണിയിച്ചു. വൈകിട്ട് ബാലുശ്ശേരി മണ്ഡലത്തിലെ ഉള്ളേരിയിലും രാത്രി കുന്നമംഗലത്തും സ്വീകരണമുണ്ടായിരുന്നു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ സത്യൻ മൊകേരി, മുക്കം മുഹമ്മദ്, EP ദാമോദരൻ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, ആലിക്കുട്ടി, R ശശി, K ലോഹ്യ, K ചന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, സ്ഥാനാർത്ഥികളായ CK നാണു, EK വിജയൻ, KK ലതിക, K ദാസൻ, പുരുഷൻ കടലുണ്ടി, അഡ്വക്കേറ്റ് PT റഹീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകൃതി ഭംഗിയാൽ വിസ്മയമൊരുക്കുന്ന കടലോരത്തിലും കരിമ്പാറക്കൂട്ടങ്ങളിലും അവധിക്കാലം മനോഹരമാക്കുകയാണ് കൊയിലാണ്ടി പാലക്കുളം പ്രദേശത്തെ കൊച്ചുകൂട്ടുകാർ. അവധിക്കാലം സുന്ദരമാക്കാൻ തങ്ങളുടെ നാടെന്ന വിനോദകേന്ദ്രമാണ് ഏറ്റവും അനുയോജ്യമായ ഇടമെന്നാണ് ഇവരുടെ പക്ഷം. കേവലം മൊബൈൽ ഗെയിമുകളിലോ അവധിക്കാല ക്ലാസുകളിലോ ഏർപ്പെട്ട് തങ്ങളുടെ ബാല്യം തീർക്കാൻ ഈ കൊച്ചുകൂട്ടുകാർ തയ്യാറല്ല. പ്രകൃതിയെ അടുത്തറിയാനുള്ള ശ്രമത്തിലാണിവർ. അത്തരത്തിൽ ലാസ്യമായ പ്രകൃതി ഭംഗി കോർത്തിണക്കിയ പാലക്കുളം ബീച്ചിലാണ് ഈ അവധിക്കാലം ഇവർ ചെലവഴിക്കുന്നത്. ആർത്തിരമ്പുന്ന കടലിനോട് ഓരം ചേർന്ന് കിടക്കുന്ന കുന്നിൻ തലയുയർത്തി നിൽക്കുന്ന കരിമ്പാറക്കൂട്ടങ്ങളാണ് ബീച്ചിനെ വേറിട്ട് നിർത്തുന്നത്. കരിമണ്ണ് നിറഞ്ഞ ഈ കടലോരം ബ്ലാക്ക് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നതും. പ്രകൃതി ഭംഗിയാൽ വിസ്മയമൊരുക്കുന്ന മൂടാടി പാലക്കുളം കടലോരം വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഏറെ സാധ്യതയുള്ളതാണ്. ഐതിഹ്യങ്ങളാൽ സമ്പന്നമായി കിടക്കുന്ന ഈ കടലോരത്തിന് സായാഹ്നങ്ങളിൽ കുളിർക്കാറ്റ് തേടി നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. കടൽത്തിരകളുടെ തഴുകലേറ്റ് കിടക്കുന്ന ശ്യാമവർണ്ണമാർന്ന കൃഷ്ണശിലാകൂട്ടങ്ങൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രകൃതി ഒരുക്കി കൊടുത്ത ഇരിപ്പിടങ്ങളാണ്. കരിമ്പാറക്കൂട്ടങ്ങളിലെ ചെങ്കൽക്കൂനകളിലൂടെയാണ് ഈ കൂട്ടുകാർ ഏറെയും സമയം ചിലവഴിക്കുന്നത്. പാറക്കൂട്ടങ്ങളുടെ വിടവുകളിലൂടെ ഓർന്നിറങ്ങിയും ചെങ്കൽക്കുന്നിൽ വലിഞ്ഞുകയറിയുമാണ് ഇവർ ആർത്തുല്ലസിക്കുന്നത്. പലപ്പോഴും കയ്യെത്താ ദൂരത്തുള്ള ആസ്വാദനപൂർണമായ പ്രകൃതിയെ നാം അറിയാറില്ല. എന്നാൽ ഈ മിടുക്കരായ ഈ കൊച്ചു കൂട്ടുകാർ അവധിക്കാലം മനോഹരമാക്കുന്നത് തങ്ങളുടെ നാടെന്ന ഈ വിനോദ കേന്ദ്രത്തിലാണ്. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യകാവ് ദുർഗാദേവി ക്ഷേത്രത്തോട് തൊട്ടുകിടക്കുന്ന ഈ സുന്ദര തീരത്തെ അധികൃതർ മനസ്സുവെച്ചാൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാമെന്ന് ഇവർ പറയുന്നു. ഇവിടെ വളരെ നല്ല ഐതിഹ്യങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പറ്റിയ ഒരു സ്ഥലവുമാണ്. പലരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പല കാഴ്ചകളും ഇവിടെ കാണാനുണ്ട്. ഏവർക്കും സ്വാഗതം പറയുകയാണ് ഇവിടേക്ക് വരാൻ. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ശരവണ ഭവമഠം നടത്തുന്ന വിദ്യോത്സവം മെയ് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ നടത്തും. കാസർഗോഡ് മുതൽ കൊല്ലം വരെ 5000-ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ശരവണ ഭവമഠം 13 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ശരവണ ഭവമഠത്തിന്റെ നേതൃത്വത്തിൽ വൈദ്യധനസഹായം, വിദ്യാധനസഹായം, അശരണർക്കുള്ള സഹായം എന്നിവ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകി വരുന്നുണ്ട്. മഠത്തിന്റെ ഈ വർഷത്തെ വിദ്യോത്സവം കോഴിക്കോട് ജില്ലയിൽ മെയ് 15, 16, 17 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. മലയാളം കുന്ന് വിപുലമായ ഒരു ക്ഷേത്ര സമുച്ചയം സ്ഥാപിക്കുന്നതോടുകൂടി തന്നെ ധ്യാനകേന്ദ്രം, കുട്ടികൾക്ക് ഗീതാപഠനം, വേദപഠനം എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
വിദ്യോത്സവം 9ാമത്തെ തവണയാണ് നടത്തുന്നത്. കാസർഗോഡ് മുതൽ കൊല്ലം വരെ ഏകദേശം 5000 കുട്ടികൾക്ക് ഈ വർഷം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ബുക്ക്, പേന, ബാഗ്, കുട, പെൻസിൽ ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നിവ അടങ്ങിയതാണ് കിറ്റ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൂകാംബിക ക്ഷേത്രത്തിൽ പൂജിച്ച വിദ്യഗോപാല മന്ത്രദീക്ഷയും ഗായത്രി മന്ത്രോപദേശവും നൽകുമെന്നും സംഘാടകരായ പ്രമോദ് പ്രഭാകർ, എൻ വാസുദേവൻ, രാധാകൃഷ്ണൻ PM എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CSI മലബാർ ഇടവകയുടെ പ്രധാന ബിഷപ്പായി ഡോക്ടർ റോയ്സ് ജോർജ് വിക്ടറിനെ തെരഞ്ഞെടുത്തു. ചെന്നൈയിൽ നടന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോഴിക്കോട് CSI കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. CSI മലബാർ ഇടവകയുടെ പ്രഥമ ബിഷപ്പായി റെവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിനെ തിരഞ്ഞെടുത്തു. ചെന്നൈയിൽ ചേർന്ന CSI സിനഡ് സെലക്ഷൻ ബോർഡിൽ മോഡറേറ്റർ റെവറൻഡ് ഡോക്ടർ G ദേവാശീർവാദമാണ് പ്രഖ്യാപനം നടത്തിയത്. സ്ഥാനാരോഹണ ശുശ്രൂഷ 17 രാവിലെ മോഡറേറ്ററുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കോഴിക്കോട് CSI കത്തീഡ്രലിൽ നടക്കും. ചെന്നൈയിൽ നടന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കോഴിക്കോട് CSI കത്തീഡ്രലിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. കോഴിക്കോട് പട്ടണത്തിന്റെ ചരിത്രത്തിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന മാനാഞ്ചിറയിലെ CSI ഭദ്രാസന ദേവാലയം അതിന്റെ സ്ഥാപനത്തിന്റെ 175ാം വാർഷിക ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് മെയ് 15-ാം തീയതി തുടക്കം കുറിക്കും. CSI സിനഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഡയറക്ടർ റെവറൻഡ് ക്രിസ്റ്റഫർ വിജയൻ മുഖ്യാതിഥിയായിരിക്കും. റെവറൻഡ് TI ജെയിംസ്, റെവറൻഡ് D ഷാബു തോമസ്, റെവറൻഡ് ഡോക്ടർ വിൻസെന്റ് മോസസ്, റെവറൻഡ് ഡോക്ടർ സാമുവൽ കൂടക്കൽ, റെവറൻഡ് വിൻസെന്റ് മനോഹരൻ തുടങ്ങിയ വൈദികർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ജൂബിലി ലോഗോ പ്രകാശനവും പ്രൊജക്ടുകളുടെ പ്രഖ്യാപനവും നടത്തുമെന്ന് കത്തീഡ്രൽ സാരഥികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെക്സ്റ്റ് സോഷ്യൽ സർവീസ് സൊസൈറ്റി കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ബസാർ പ്രവർത്തനം ആരംഭിച്ചു. മാനാഞ്ചിറ ഫെസ്റ്റ് എന്ന പേരിൽ കോംട്രസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. നെക്സ്റ്റ് സോഷ്യൽ സർവീസ് സൊസൈറ്റി കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിലാണ് മാനാഞ്ചിറ കോംട്രസ്റ്റ് ഗ്രൗണ്ടിൽ മാനാഞ്ചിറ ഫെസ്റ്റ് എന്ന പേരിൽ സ്റ്റുഡൻസ് ബസാർ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചലച്ചിത്ര താരം അലീന മോഹൻ മാനാഞ്ചിറ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നോട്ട് പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, കുടുംബശ്രീ ഭക്ഷ്യമേള തുടങ്ങിയവ പ്രദർശനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ബോട്ടിംഗാണ് മറ്റൊരു മുഖ്യ ആകർഷണം. നെസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി അനിൽ കുമാർ, യഹിയ CA, മൻസൂർ NP, സന്ദീപ് K, പ്രജീഷ് AS, ജംഷീർ T എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കലാശക്കൊട്ട്. ഇനിയുള്ള മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിന്. കോഴിക്കോട്ട് വൻ കവർച്ചാ സംഘം പിടിയിൽ. വലയിലായത് നാടകീയ കവർച്ചകളുടെ മുഖ്യ കണ്ണികൾ. ആദിവാസി മേഖലയ്ക്കുള്ള കേന്ദ്ര സഹായം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജുവൽ ഒറാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.